എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ഏറിയ സമയവും ചെലവഴിച്ച ഒരു സ്ഥാപനമാണിത്. തിരുവല്ലയിലെ തന്നെ മഞ്ഞാടിയിലെ സ്റ്റാർ ടൈലേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഞങ്ങളുടെ വേണമെങ്കിൽ ബുദ്ധിജീവികളുടെയൊക്കെ ഒരു സങ്കേതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് സണ്ണിച്ചായൻ എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തായിരുന്നു, പിന്നീട് എൻ്റെ സുഹൃത്തായി മാറി. അജിത്ത് സ്കൂൾ എൻ്റെ ഗുരുവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സീബാബു സാറിൻ്റെ എന്നെ സ്കൂളിലും അല്ലാതെയും ഒക്കെ നല്ലത് വായിക്കാനും നല്ലത് പഠിപ്പിച്ച എൻ്റെ നാടകങ്ങളിൽ കൂടെയൊക്കെ എന്നെ അല്ലെങ്കിൽ സിനിമയിലേക്കൊക്കെയുള്ള എൻ്റെ വഴികളൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ തന്ന് വായിക്കുകയൊക്കെ ചെയ്തുള്ള സീബാബു സാറിൻ്റെ മകനാണ് അജിത്ത് സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞിട്ട് ഉള്ള നാടക പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്നു. ഇത് ഷാജിയെ ഞങ്ങൾ ശങ്കരാഭരണം ഷാജി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കോളേജ് കാലം. അപ്പോൾ ശങ്കരാഭരണമൊക്കെ റിലീസായ സമയത്ത് ശങ്കരാഭരണത്തിലെ പാട്ടൊക്കെ പഠിച്ചിട്ട് കോളേജിലൊരു ഹീറോ ആയിരുന്നു. അപ്പം ഇവർക്ക് എൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിലൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ നമ്മുടെ സജീവമായ ചർച്ചകൾ സിനിമയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും അല്ലെങ്കിൽ കണ്ട സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും ഒക്കെ ഒരുപാട്. പിന്നെ ഞങ്ങൾ നാടകങ്ങളൊക്കെ എഴുതി ചെയ്യാറുണ്ടായിരുന്നു. അപ്പം സണ്ണിച്ചാനൊക്കെ നാടകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ കാര്യങ്ങൾ സണ്ണിച്ചാനും അജിത്തിനൊക്കെ ഷായിക്കൊക്കെ ആയിരിക്കും കൂടുതൽ എൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. ഒരു 70-75 കാലഘട്ടത്തിൽ സിനിമയുടെ ഒരു നവോത്ഥാന കാലം എന്ന് പറയാം. ഇടക്കാലത്ത് അത്തരം സിനിമകളെക്കുറിച്ചുള്ള ചർച്ച, നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ച ഇതൊക്കെയായിരുന്നു ബ്ലസ്സി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു നെൽസനുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും സുഹൃത്തുക്കളും എല്ലാം ഇവിടെ വന്നു കൂടി രാത്രി ഒരു 9-10 വരെയൊക്കെ ചർച്ചകളുണ്ടാവും. ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം ഒരു നല്ല സിനിമ എന്നെ ചൂണ്ടിക്കാണിച്ചത് ഇദ്ദേഹമാണ്. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം നല്ല സിനിമകളെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ധാരണകളില്ലാത്ത സമയത്ത് സ്വപ്നാടനം എന്ന സിനിമ, ഞങ്ങളുടെ തന്നെ നാട്ടുകാരനായ ശ്രീ KG ജോർജിൻ്റെ ആദ്യ സിനിമ സ്വപ്നാടനം എന്ന സിനിമ എനിക്ക് പറഞ്ഞെന്ന് കാണണമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കാരണം ഒരുപാട് സിനിമ ഇങ്ങനെ കണ്ടു നടന്നിട്ട് കാര്യമില്ല, നല്ല സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞു. അന്നേ ഒരു എന്തുവാ ഈ ചാരം മൂടിയ കനലാണെന്ന് തോന്നിയെങ്കിലും ഇത്ര ശോഭയോടെ ജ്വലിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അന്ന് ഞാൻ കരുതിയില്ല. അതാണ് പ്രത്യേകത. പിന്നെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിനകത്ത് ഉൾക്കൊണ്ട് സ്ഥലം കാണാൻ പോയ സന്ദർഭങ്ങളൊക്കെ അത് ഭയങ്കര രസമാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പം അന്നത്തെ കാലം ഈ അസ്തിത്വ ദുഃഖത്തിൻ്റെ ഒക്കെ ഒരു കാലമാണ്. പണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഇത്തരം അസ്തിത്വ ദുഃഖങ്ങളെ പ്രശ്നങ്ങളെ ഇപ്പം പ്രത്യേകിച്ച് വായിക്കുന്ന നോവലിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ വരുന്ന ഒരവസ്ഥയിൽ അത്തരം ഒരവസ്ഥയിൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ കോളേജ് ടൈം, അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ട്. പുറപ്പെട്ടു പോയാൽ അങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാ പോകുന്നത്. ബ്ലസ്സിയുടെ ജ്യേഷ്ഠൻ ഇതൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല. പുള്ളിക്ക് ഒരു ബിസിനസ്സുകാരൻ. അപ്പോൾ ഇവിടുന്ന് അതേ പറഞ്ഞു ഇവിടുന്ന് മയ്യടി പോയി. അവിടുന്ന് എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളാരങ്കല്ലിലെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ തുമ്പികളായിട്ട് അവിടെ നിന്ന് പുട്ടും കടലയും കഴിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് എനിക്ക് അവിടെ തന്നു. പക്ഷെ എഴുത്ത് തന്നു വലിയ താമസമില്ലാതെ ബ്ലസ്സി ഇവിടെ സുഹൃത്ത് തന്നെ വന്ന് വരട്ടിയിട്ട് ഞങ്ങളൊക്കെ 100 കണക്കിന് പോകുന്നതിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ തോന്നിയിട്ട് 7 പുസ്തകം പോകുന്നതിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാലം. അന്ന് കാശില്ലായിരുന്നു. കാശുണ്ടായിരുന്നെങ്കിൽ ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു വായിച്ചിട്ട് ഹരിദ്വാർ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് അന്ന് പോയില്ല. തനത് നാടകങ്ങളുടെ ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അത്തരം തനത് നാടകങ്ങളുമായിട്ട് തൃശ്ശൂർ ഓണാട്ടുകരയിൽ നിന്ന് അവതരിച്ച ഒരു കക്ഷിയാണ് അജിത്ത്. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ വേറെ വലിയ തമാശയുണ്ട്. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് എനിക്ക് പോകാൻ പൈസ ഇല്ലായിരുന്നു. സമയത്ത് എന്നെ സഹായിച്ച വ്യക്തിയാണ് വണ്ടിക്കൂലിക്കെടുത്ത് സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സഹായിക്കാനായിട്ട് ഈ ആ പടം ചെലവ് കഴിയാൻ 100-400 രൂപയൊക്കെ ആയിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച കക്ഷിയാണ്. ബ്ലസ്സിയുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ബാബു സാർ എഴുതിയ നാടകം ഫാക്ടിൻ്റെ നാടക മത്സരത്തിന്, സംസ്ഥാന നാടക മത്സരത്തിന്, അന്ന് നാടകം റിഹേഴ്സൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ബ്ലസ്സിയുടെ വീടേ ഉള്ളായിരുന്നു. അവിടെ ഒഴിഞ്ഞു കിടക്കുക. അവിടെ ബ്ലസ്സിയുടെ വീട്ടിലായിരുന്നു അന്ന് ഞങ്ങൾ രാവിലെ റിഹേഴ്സൽ നടത്തുകയും നാടകം കളിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് അങ്ങനെ ആ കാലത്ത് ബ്ലസ്സിക്ക് ഇഷ്ടപ്പെടാതെ ബ്ലസ്സി ഒരു ദിവസം അങ്ങ് മുങ്ങി. ഞങ്ങൾ നടന്മാരെല്ലാം കൂടെ അവിടെ ചെന്നപ്പോൾ മുഖയുടെ അടച്ചിട്ട് അന്ന് രാത്രി അപ്പോൾ റിഹേഴ്സൽ നമ്മുടെ ഏറ്റവും അവസാനമായി നാടകം കളിക്കേണ്ട സമയമായി. അന്ന് ബാബു സാർ പൊക്കിയെടുത്ത ഒരു സാറിൻ്റെ വീട്ടിൽ വന്നു. ആ ഒറ്റ ദിവസത്തെ കളി കൊണ്ട് സാർ അവിടെ നിർത്തിച്ചു. അവിടെ വെച്ച് പറ്റിയായിരുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലം പോയി കണ്ടുപിടിച്ച് വേറെ നാടകം കളിക്കും. എൻ്റെ ഒരുപാട് സ്വകാര്യ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ ഏകാന്തതകളിൽ, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ ഒരുപാട്
കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഈശ്വരനോടുള്ള എൻ്റെ കണ്ണീരും ഒക്കെ അർപ്പിച്ച ഒരു പള്ളിയാണ് തിരുവല്ലയിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ പാലിയേക്കര പള്ളി എന്ന് പറയുന്നത്. വളരെ കുഞ്ഞുനാൾ മുതലേ ഇവിടെ ഞാൻ പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ഈശ്വരനിലേക്കുള്ള എൻ്റെ ചിന്തകളെ ഉണർത്തുമ്പോൾ പാലിയേക്കര പള്ളിയും പരുമലപ്പള്ളിയും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും സ്വന്തമായി ചെയ്യുവാൻ എന്നുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് ശരിക്കും അതിനു മുമ്പ് ഞാനൊരു ഈശ്വരവിശ്വാസി, കൃത്യമായ ഒരു ഈശ്വരവിശ്വാസി അല്ലാതെ ഞാൻ അതിലേക്ക് എല്ലാം ഒരു ഈശ്വരൻ്റെ നിശ്ചയം പോലെ നടക്കുന്നു എന്നൊക്കെ തോന്നി ഞാനൊരു ക്രിയേറ്ററാണ് എന്നുള്ളൊരു തോന്നൽ എന്നിലുള്ളതാക്കിയത് കൊണ്ടാണ്. അതായത് ഞാനും എൻ്റെ മനസ്സും ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈശ്വരൻ്റെ സാന്നിധ്യമാണ് എനിക്ക് ഈ 2 സിനിമകളും, പ്രത്യേകിച്ച് ഈ 2 സിനിമകളുടെ തിരക്കഥ എഴുതുവാനായിട്ടുള്ള ഒരു പ്രാപ്തി എനിക്ക് ലഭിച്ച് ഈ ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഇത് അജിത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ കൗമാരങ്ങളും യൗവനങ്ങളൊക്കെ ഒരുമിച്ച് പങ്കിട്ട, അല്ലെങ്കിൽ എൻ്റെ കോളേജ് ജീവിതം അല്ലാതുള്ള എൻ്റെ നാടകം, സിനിമ ഒക്കെ പലതും എന്നെക്കാട്ടും ഉപരി അല്ലെങ്കിൽ എന്നെക്കാട്ടും കൂടുതൽ എന്നെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ ബ്ലസ്സിയെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ടും പ്രീഡിഗ്രിക്ക് ആദ്യ ദിവസം മഹാത്മാ കോളേജിലുണ്ട്. അന്ന് നമ്മുടെ എന്നെപ്പോലെ തന്നെ, ഞാൻ വളരെ നാട്ടുമ്പുറത്തുനിന്ന് വന്നൊരു പയ്യനായിരുന്നു. എന്നെപ്പോലെ തന്നെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു പയ്യൻ എൻ്റെ സുഹൃത്തായി. അപ്പോൾ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചു, BS വരെ പഠിച്ചു. പിന്നീടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചു, ഒരുമിച്ച് ഇവിടെ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി. ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി ചിത്രങ്ങൾ ഞങ്ങൾ തന്നെ പെട്ടി ചുമന്നുകൊണ്ട് വന്നു. ചിലപ്പോൾ കാണാനും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു BSc ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും ഈ കുട്ടി ആർക്ക് എങ്ങോട്ട് എന്നൊക്കെ ഒരു പ്രശ്നം നമ്മുടെ ജോലി എന്താടത്ത് എന്ത് ചെയ്യും എന്നൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് ബ്ലസ്സി നിൻ്റെ വഴി ഇതാണ്, സിനിമയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അന്നേരത്തേക്കും ബ്ലസ്സിയിലെ കലാകാരൻ എത്തിച്ചേർന്നിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ വർഷങ്ങൾ അവൻ്റെ അനുഭവങ്ങൾ, വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളുള്ള കൗമാരവും യുവത്വവും, ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടങ്ങൾ, അന്നൊക്കെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു അവൻ്റെ ആശ്വാസവും അവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. മരാജൻ സാറിൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവാണ് ശ്രീ രാജു അല്യത്ത്. രാജുവിന് എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു 10-17 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെക്കുറിച്ചൊക്കെ ഒരുപാട് നിങ്ങളോട് പറയാനുണ്ടാകും. ആദ്യമായിട്ട് ബ്ലസ്സി സിനിമയിൽ വർക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് മദ്രാസിൽ അന്ന് 82-ൽ കൃഷ്ണഭരതൻ്റെ ഡബ്ബിങ് നടക്കുന്നു, സുജാത ഡബ്ബിങ് തിയേറ്ററിൽ. ഏകദേശം ഒരു രാത്രി 2:30-3 മണിയായി. അത് കഴിഞ്ഞ് ഞാൻ വിൻസെൻ്റ് മാസ്റ്റർ, മോഹൻലാൽ, ഷെല്ലി ഉണ്ടായിരുന്നു തോന്നുന്നു, ബ്ലസ്സിയും കൂടെ ചേർന്ന് താഴോട്ട് ലിഫ്റ്റിൽ ഇറങ്ങി വരുന്നു. അന്ന് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി മദ്രാസിൽ വന്നത്. അന്ന് വിൻസെൻ്റ് മാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഡ്മിഷൻ വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഇവർ ആ സിനിമയുടെ നിർമ്മാതാക്കളായതുകൊണ്ടും എൻ്റെ അയൽക്കാരായതുകൊണ്ടും അത്തരം ഒരു റെക്കമെൻഡേഷന് വേണ്ടിയാണ് ഞാനവിടെ പോയത്. റെക്കമെൻഡേഷൻ വേണ്ടി വരുന്നത്. അപ്പം ഡബ്ബിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി സ്വതവേ ഒരു ചൂടനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെയാണ് ഇത് അദ്ദേഹത്തിനോട് പരിചയപ്പെടുത്തി വിൻസെൻ്റ് മാസ്റ്റർ എടുക്കുന്നത്. പുള്ളി ഇങ്ങനെ ബ്ലസ്സിയുടെ അടുത്ത് അന്നേരം എന്തോ ഈ സയൻസിൻ്റെ എന്തോ ഒരു പിന്നെ സ്ക്വയർ റൂട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ ചോദിച്ചു. ബ്ലസ്സിക്ക് അത് അന്നേരം ആൻസർ ചെയ്യാൻ പറ്റി. ഉടനടി പുള്ളി പറയുന്നു, അത് ഈ കക്ഷിക്കൊന്നും സിനിമയിലൊന്നും വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നൊന്നും തോന്നുന്നില്ല രാജു. അങ്ങനെ ആ ലിഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ബ്ലസ്സി അങ്ങ് നേരെ താഴോട്ട് ഫെയിൻ്റായിട്ട് താഴോട്ടങ്ങ് വീഴുകയാണ്. അപ്പോൾ ഒരു വണ്ടിയേ ഉള്ളൂ, വിൻസെൻ്റ് മാസ്റ്ററെ ഡ്രോപ്പ് ചെയ്യണം, ബ്ലസ്സിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇതിലേത് വേണം. ഇന്നിപ്പം ബ്ലസ്സിയെ പുകഴ്ത്തിയിട്ടുള്ള പല സംവിധായകരെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് പലരുമുണ്ട്, നടന്മാരൊക്കെ ഉണ്ട്. ഏകദേശം ഇവരിൽ ചിലരുടെ അടുത്ത് ഞാനും ബ്ലസ്സിയുമായിട്ട് കഥ പറയാനായിട്ടും ഈ കാഴ്ച അല്ലെങ്കിൽ അതിന് മുന്നേ 2-3 സബ്ജക്റ്റുകൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതൊരു 10-12 വർഷം മുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അവരാരും അന്നേരം പറയുന്നത് ബ്ലസ്സി സ്വതവേ ഒരു പതിഞ്ഞ ഒരു സ്വഭാവക്കാരനാണ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന എൻ്റെ ഒരു രീതികൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. എല്ലാവരും പറയുന്ന രീതിയുടെ വ്യത്യാസമായിരിക്കാം. പക്ഷെ അത് സിനിമയിൽ വരുമ്പം ഒരു മറ്റൊന്നായിട്ട് മാറുന്നു എന്നുള്ള ഒരു വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. ഇന്നും ആ പതിഞ്ഞ രീതി തന്നെയാണ് ബ്ലസ്സി തുടരുന്നത്. അതിൽ നിന്നുകൊണ്ട്
ഈ അടുത്തൊരു 10-15-20 വർഷമായിട്ട് മലയാള സിനിമയിലെ ആർക്കും ലഭിക്കാത്ത പുരസ്കാരങ്ങളും അല്ലെങ്കിൽ ആ പ്രശംസകളും പലരിൽ നിന്നും, അത് എനിക്ക് പിന്നെ അതിൻ്റെ അകത്തൊരു അഭിമാനമുണ്ട്. അന്ന് ഞാൻ ഈ ബ്ലെസ്സിയുടെ കഴിവിനെ കുറിച്ച് എനിക്ക് വളരെയധികം ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ അടുത്ത് ബ്ലെസ്സിയും കൂട്ടി പോയത്. ഇപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, രാജു പറഞ്ഞ് ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു അഭിമാനമുണ്ട്. ഇന്ന് ബ്ലെസ്സിയെ പുകഴ്ത്തുന്നവർക്ക് ഇപ്പോഴാണ് ബ്ലെസ്സിയെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാണ് എൻ്റെ തന്മാത്ര കുടുംബം. ഈ കുടുംബത്തിൽ നിന്നാണ് തന്മാത്രയിലെ ഏറ്റവും ചെറിയ ചെറിയ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇവരൊക്കെയാണ് എൻ്റെ സിനിമയുടെ എൻ്റെ അസിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെൻ്റെ ഭാര്യ മിനി, വീട്ടുജോലി മാത്രം ചെയ്യുന്നു. ഞാൻ പറയാറുണ്ടേ, ഈ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു സാധുവായ സ്ത്രീ എന്ന് പറയുന്നതിനോട് അതാണ് മിനി. ഇത് മൂത്ത മകൻ ആദിത്ത് ചെറുതായിട്ട് പടമൊക്കെ വരയ്ക്കും, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് അഖിലിനെയാണ് ഞാൻ ചങ്കിരിക്കുട്ടി എന്ന് വിളിക്കുന്നത്. അപ്പം അഖിലിനെ ആ ചങ്കിരിക്കുട്ടിയാണ് ഇതിൻ്റെ അകത്ത് മോഹൻലാൽ കാമുകയെ വിളിക്കുന്നത്, ചങ്കിരിക്കുട്ടി എന്ന്. അപ്പം അഖിലാണ്. പിന്നെ അതുപോലെ ഒപ്പം തന്നെ അഖിലാണ് കൊച്ചുണ്ടാപ്രി എന്ന് പറയുന്ന ആഴ്ചയിലെ ആ കൊച്ചു കുട്ടിയുടെ പേര് എനിക്ക് പറഞ്ഞു തന്നത് അഖിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ തിരക്കഥയുടെ സഹായികൾ ഇവരൊക്കെയാണെന്നുണ്ട്. ഈ കൊച്ചു പിള്ളേരാണ് എൻ്റെ ഈ സിനിമയിൽ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെയൊക്കെ ജീവിതമൊക്കെ ഒരുപാട് ഞാൻ എനിക്ക് സിനിമയിലേക്കൊക്കെ പകർത്താൻ കഴിഞ്ഞതിൻ്റെയൊക്കെ ഏറ്റവും വലിയത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. അപ്പം ഈ തന്മാത്ര കുടുംബത്തിൽ നിന്നാണ് മറ്റൊരു തന്മാത്ര ഞാൻ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത്. എൻ്റെ കാഴ്ചയുടെ ആണെങ്കിലും തന്മാത്രയുടെ ആണെങ്കിലും ആദ്യമായി ഞാൻ എഴുതുന്ന ഓരോ സീനുകളും ഏറ്റവും ആദ്യം വായിക്കുന്നത് മിനി തന്നെയാണ്. അപ്പം തന്മാത്ര എഴുതി കഴിഞ്ഞപ്പോൾ ഞാനും മിനിയും കൂടെ ഒരുമിച്ചിരുന്ന് ഇത് വായിക്കുകയുണ്ടായി. വായിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങൾ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കരച്ചിലിനിടയിൽ ഞാൻ മിനിയോടത് ചോദിച്ചു, മിനി നമുക്കിങ്ങനെ ഒരു മകനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം മിനി ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്ന് മിനി ചിരിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ മറ്റൊരു രീതിയിൽ മിനി പറയുകയുണ്ടായി, അങ്ങനത്തെ രമേശൻ നായരെ പോലുള്ളൊരു അച്ഛനല്ലല്ലോ നിങ്ങളെന്ന് പറയുകയുണ്ടായി.